നമസ്കാരം പ്രിയമുള്ളവരെ. ഏതാണ്ട് 3.5 കോടി ജനങ്ങളെ വിഡ്ഢികളാക്കുവാൻ ഒരുത്തിൻ്റെ അധികാരം മോഹം കാരണമാകുന്നു എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ആ മഹാത്മ്യം നഷ്ടപ്പെടുന്നത് നിങ്ങൾ ഓർത്തു നോക്കണം. ഇത്രയും പേർ വോട്ട് ചെയ്ത് ക്യൂ നിന്ന് വോട്ട് ചെയ്തിട്ട് വിജയിപ്പിച്ചെടുത്തിട്ട് പോലും ഒരു അഴിമതിക്കാരനെയും ധാർഷ്ട്രീയക്കാരനെയും ധിക്കാരിയായ ഒരു മുഖ്യമന്ത്രിയെ മാറ്റാൻ വേണ്ടിയാണ് ജനം ഇത്രയേറെ സീറ്റും ഒക്കെ ഈ കോൺഗ്രസ്സുകാർക്ക് കൊടുത്തത്. കോൺഗ്രസ്സുകാർക്ക് എല്ലാം കൊടുത്തതിന് ശേഷവും ഒരു വ്യക്തി ഒരുത്തന് വേണ്ടി ഈ സമൂഹത്തിലെ കുറേ വയസ്സന്മാരും സ്ഥാനമുഖികളും ഗ്രൂപ്പ് മാനേജർമാരും ചേർന്ന് ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. ശക്തമായൊരു ഭരണം ഒരു സംസ്ഥാനത്ത് ഇല്ലാതെ വരുന്ന ഓരോ ദിവസവും സംസ്ഥാനത്ത് നഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഓരോ ദിവസവും പിന്നോട്ടടിക്കുകയും ചെയ്യുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സംസ്ഥാനത്തോടൊപ്പം തിരഞ്ഞെടുപ്പെടുന്ന തമിഴ്നാട്ടിൽ ഒരു സാധാരണ സിനിമാക്കാരനെന്ന് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ആൾ കാണിക്കുന്ന കാര്യങ്ങൾ നോക്കുക. അവിടെ അധികാരം ഏറ്റെടുത്തു. അതിൽ ഭൂരിപക്ഷമില്ലാത്ത കക്ഷിയുടെ നേതാവ് ആസാമിൽ, പശ്ചിമ ബംഗാളിൽ, ഇന്ന് വേണ്ട എല്ലായിടത്തും മുഖ്യമന്ത്രിമാരായി. കേരളത്തിൽ മാത്രം മുഖ്യമന്ത്രിയില്ല, ഭരണവുമില്ല. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കളും അതിൻ്റെ മുന്നണി പോരാളി എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനും കൂടി ഈ കേരളത്തിലെ സംസ്കാര സമ്പന്നരായ ജനത്തിനെ വിഡ്ഢികളാക്കുന്നുവെന്ന് പറയാതെ വയ്യ. മറ്റൊരു കാര്യം, ഷാഫി പറമ്പലിനെ പോലുള്ള പ്രഗത്ഭരായ നല്ല ചെറുപ്പക്കാർ, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ, അവർക്ക് പൊതുജനത്തിന് മുമ്പിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഗ്രൂപ്പ് കളിച്ച് അവരുടെ സ്ഥാനം നശിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭിജിത്തിനെ പോലുള്ള ചെറുപ്പക്കാർ, തിരഞ്ഞെടുക്കപ്പെട്ട പല ചെറുപ്പക്കാരും ഈ പറഞ്ഞ രീതിയിൽ ഗ്രൂപ്പ് മാനേജർമാരായി നടക്കുന്നു. മാത്യു കുഴൽനാടനെ പോലെ വലിയ ബഹുമാനത്തോടെ ചേരുന്ന വ്യക്തി, ഇവർക്കൊക്കെ MLA ആയിട്ട് സ്വീകരണം ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലാത്ത കേരളത്തിനെ കലുഷിതമാക്കിയിരിക്കുന്നു. മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരുടെയും ജനാധിപത്യ വിശ്വാസികളെയും ഇവരെ എതിർത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. ഷാഫിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനിടയിൽ അയാളെ വന്ന് നഖശികാന്ത് എതിർക്കുകയാണ് ആൾക്കാർ. വടകരയിൽ നിന്നെ തോൽപ്പിക്കുന്നവരെ പറയുന്നു ഗ്രൂപ്പ് കളിക്കുന്നതിൻ്റെ പേരിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. KPCCയുടെ പ്രസിഡന്റ് ആകാൻ വേണ്ടിയുള്ള കളിയായിരിക്കും അയാൾ കളിക്കുന്നത്. അല്ലാതെ അയാൾക്ക് വേറെ താല്പര്യങ്ങളൊന്നും അതിനകത്ത് കാണത്തില്ല. അതാണ് KC വേണുഗോപാലിന് വേണ്ടി അയാൾ നിലകൊള്ളുന്നതിൻ്റെ കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇപ്പോൾ പന്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ പോകുകയാണെന്നില്ല. ഇവിടുന്ന് ഇന്ന് 10 പേരോളം പോയിട്ട് പുകച്ചിട്ട് പോകുന്നു. കുറച്ചുകൂടെ തീയിട്ട് പുകച്ചിട്ട് പോയിട്ട് ഇപ്പോൾ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. കേരളത്തിലെല്ലാം സൈബർ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത VD സതീശൻ്റെ ഗ്രൂപ്പുകാരാണെന്ന്, VD സതീശൻ കാശ് കൊടുത്തിറക്കിയതാണെന്നൊക്കെയാണ് ഇപ്പം നമ്മുടെ രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചിരിക്കുന്നതെന്നാണ് ചാനലുകാർ പറയുന്നത്. എന്തോ എനിക്കറിയില്ല, അങ്ങനെ ആവാം. അങ്ങനെയൊക്കെ ചിന്തിക്കുമോ അയാളെപ്പോലുള്ള ഒരു വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ചെറുപ്പക്കാർ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എന്തായാലും AK ആൻ്റണിയുടെ മുമ്പിൽ പന്തെത്തിയിരിക്കുന്നു. AK ആൻ്റണി കൃത്യമായ രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. AK ആൻ്റണിയുടെ വാക്കിനായിരിക്കാം ഒരുപക്ഷെ മുഖ്യം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റൊരു കാര്യം പുറത്തറിയുന്നത്, ഈ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ഭരണത്തിൽ കയറാതെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഭരണത്തിൽ കയറാം. അതായത് മുഖ്യമന്ത്രിയായി വരുന്ന ആൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് MLA ആവണമല്ലോ, അതിനുശേഷം ഭരണത്തിൽ പങ്കാളിയാകാം എന്ന് ലീഗ് മുമ്പോട്ടൊരു ഉപാധി വെച്ചതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. വടക്കൻ കേരളത്തിലെ മലബാറിൽ ലീഗിൻ്റെ വാക്കുകൾക്ക് ഈ പറയുന്ന രീതിയിൽ ചെവി കൊടുക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ്സിന് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് സത്യം. എനിക്ക് പറയാനുള്ളത്, ഭരിക്കാൻ താല്പര്യമുള്ള ഗ്രൂപ്പുകൾക്ക് അതീതമായി ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരും ഈ ലീഗും മറ്റ് ഘടകകക്ഷികളും എല്ലാം ചേർന്ന് ഒരു 70 സീറ്റ് ഉണ്ടാക്കാൻ പറ്റും. ആ 70 സീറ്റ് ഉണ്ടാക്കി 71 സീറ്റ് ഉണ്ടാക്കി നിങ്ങൾ ഭരിക്കുക, അതാണ് നല്ലത്. അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യമുള്ളത്, എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരവസരമുണ്ട്. ചിലപ്പോൾ ഡൽഹിയിലേക്ക് നമ്മളെ വിളിക്കുമായിരിക്കാം ഈ കാര്യം, കേരളത്തിലെ മുഖ്യമന്ത്രിയെ പറ്റി ചർച്ച ചെയ്യാൻ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറി നമുക്കും പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാത്തവർക്കും എന്നെപ്പോലുള്ളവർക്കും ഒക്കെ ഒരവസരം ചിലപ്പം തരും. കേരളത്തിലെ ചാനലുകാരെ ആയിരിക്കും ഇനി അടുത്തായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ വേണ്ടി വിളിക്കുന്നത്. അത് കഴിഞ്ഞ് പത്രക്കാരെ വിളിക്കും, കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളുടെയും പ്രവർത്തകരെയും എഡിറ്റർമാരെയും വിളിക്കും, പിന്നെ ന്യൂസ് ഡെസ്കിൽ ഇരിക്കുന്നവരെ വിളിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ യൂട്യൂബേഴ്സിനെ വിളിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് റീൽസ് ചെയ്യുന്നവരെ വിളിക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വോട്ടർമാരെ വിളിക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം മിക്കവാറും മുഖ്യമന്ത്രി തീരുമാനിക്കാൻ പോകുന്നത്. നാണമില്ലോടെ എന്ത് വഴി ഇതല്ലേ ചോദിക്കേണ്ടത്? എടാ, ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്ന് ഒരുത്തനെ മുഖ്യമന്ത്രിയാക്കുക. ഈ പറഞ്ഞവന് മുഖ്യമന്ത്രിയാണെങ്കിൽ അവൻ വരട്ടെ. 2029 MP സ്ഥാനം കഴിഞ്ഞതിന് ശേഷം ഇയാൾ സംസ്ഥാനത്ത് പ്രചരണം നടത്തിയതിന് ശേഷം 31 ഇലക്ഷനിൽ ഇയാൾ മത്സരിക്കുക, ഇയാൾ എന്നിട്ട് സീറ്റ് ഉണ്ടാക്കുക, എന്നിട്ട് ഇയാൾ മുഖ്യമന്ത്രിയാകും. ഞങ്ങൾക്ക് ആരും വിരോധമില്ല. പക്ഷേ ഇത് നാണം കെട്ട പണിയാണ് കോൺഗ്രസ്സെ. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഗ്രൂപ്പും നേതാക്കന്മാരുണ്ടല്ലോ, ലിജുവിനെ പോലുള്ളവരുടെ കണ്ണീര് കണ്ടിട്ട് ജനം വോട്ട് ചെയ്തപ്പം മൂഷിക സ്ത്രീയാവും എൻ്റെ പൊന്ന് ലിജു എന്ന് പറയാനുള്ളൂ.
അതുതന്നെയാണ് മാത്യു കുഴൽനാടനോട് പറയാനുള്ളതും അതുതന്നെ ഷാഫി പറമ്പിലിനോട് പറയാനുള്ളതും. ജനത്തെ വിഡ്ഢികളാക്കിക്കൊണ്ട്, ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എത്ര വലിയ ഉന്നതനായ നേതാവ് പോയാലും പിണറായി വിജയൻ്റെ ഗതി ഉണ്ടാകുമെന്ന് ഓർത്തുകൊണ്ട് വേണം ഓരോ കോൺഗ്രസ്സുകാരും ചെയ്യാൻ. പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയൊന്നും നിങ്ങളെയൊന്നും ഒരു കോൺഗ്രസ്സുകാരനും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനത്തെ പണിയും കൊണ്ട് നടക്കുന്നെങ്കിൽ. അതുകൊണ്ട് കാലിൻ്റെ കീഴിലെ മണ്ണൊലിച്ചു പോകുന്ന അറിഞ്ഞുകൊണ്ട് വേണം ഗ്രൂപ്പ് രാഷ്ട്രീയം കളിക്കാൻ. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരുപക്ഷെ 2 ദിവസത്തിലുണ്ടാകും. അത് AK ആൻ്റണിയുടെ വാക്കുകൾക്ക് മുൻവില നൽകിക്കൊണ്ടായിരിക്കും ഉണ്ടാകുന്നതെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം. നന്ദി, നമസ്കാരം.